പുറം ലോകത്തു നിന്ന് ഒരുപാട് അകലെ കൊടുംവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവും അതിനടുത്തായി ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ പള്ളിയും അവിടെ ഇതുവരെയായി ഒരാളെ മാത്രം അടക്കം ചെയ്ത കല്ലറയുമുള്ള ഒരു സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉണ്ട്. വനത്തിന്റെ ശാന്തതയും രൗദ്രഭാവവും ഒരേ സമയം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് 16 കിലോമീറ്ററോളം വരുന്ന അതിദുർഘടമായ കാട്ടുവഴിയിലൂടെ ഏകദേശം 1 മണിക്കൂർ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്കും ഈ സ്ഥലത്ത് എത്താൻ പറ്റും. ആനയും പുലിയും കരടിയും കാട്ടുപോത്തും വിഷപ്പാമ്പുകളും അടക്കം എല്ലാവിധ വന്യജീവികളും ഉള്ള ഈ വനത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കാം. ഇങ്ങോട്ടേക്ക് വരാൻ ഫോറസ്റ്റിന്റെ അനുമതി ആവശ്യമാണ്. ബൈക്കിൽ വരാതെ ജീപ്പിൽ വരുന്നതാവും നല്ലത്. കാരണം വളരെയധികം വന്യമൃഗശല്യം ഉള്ള ഒരു ഏരിയ ആണ് ഇത്. വരുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് അറിവുള്ള ആളെ കൂടെ കൂട്ടുന്നതാവും നല്ലത്. കാരണം മിക്ക സ്ഥലങ്ങളിലും മൊബൈൽ റേഞ്ച് ഉണ്ടാവാറില്ല. അതുപോലെ കുറേയേറെ ഇടവഴികൾ കാട്ടിലൂടെ ഉള്ളതുകൊണ്ട് വഴിതെറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഗേറ്റ് വരെ ഫോറസ്റ്റിന്റെ കീഴിലും അപ്പുറം പ്രൈവറ്റ് പ്രോപ്പർട്ടിയുമാണ്. പെർമിഷൻ ഇല്ലാതെ ഈ ബംഗ്ലാവിലേക്ക് കയറാൻ പറ്റില്ല. ഏകദേശം 400ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു എസ്റ്റേറ്റ് ആണ് ഇത്. ചെന്തുരുണി വൈൽഡ് ലൈഫിന്റെ നടുക്കായിട്ടാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് പലപ്പോഴായി കൈമറിഞ്ഞ് ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. കാപ്പി, റബ്ബർ, ഓറഞ്ച് തുടങ്ങിയ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ബംഗ്ലാവിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് പള്ളിയും കല്ലറയും ഉള്ളത്. കൊടുങ്കാട്ടിലെ ഈ പള്ളിയിൽ ആരും വരാത്തതുകൊണ്ട് ആകെ തകർന്ന അവസ്ഥയിലാണ് പള്ളി. ഈ എസ്റ്റേറ്റിന്റെ മുൻഉടമയായ സായിപ്പിന്റെ സഹോദരിയാണെന്ന് പറയപ്പെടുന്ന വയലറ്റ് ഗിൽറ്റി ലിസി എന്ന ആളെയാണ് ഇവിടുത്തെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നത്. പള്ളി ഇരിക്കുന്ന സ്ഥലത്തിന് മുകളിലായിട്ടാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഉള്ളത്. ഇവിടെ നിന്നാൽ കൊടുക്കുത്തുപാറയുടെയും തെന്മല ഡാമിന്റെയും വിദൂര കാഴ്ച ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ടൗണിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയായി കൊടുംവനത്തിൽ സ്ഥിതി ചെയ്യുന്ന റോക്ക്വുഡ് എസ്റ്റേറ്റിലാണ്. അപ്പോൾ മറ്റു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.